പെരുമ്പളം പാലം യാഥാർത്ഥ്യമാകുന്നതിന്റെ ആദ്യപടിയായി പാലത്തിലൂടെ നടന്ന KSRTC യാത്ര. ആ ബസ് അങ്ങനെ ഓടിയെത്തുന്നതിന്റെ ഭംഗി നമ്മൾ കണ്ടു. മാർച്ച് 7-ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിക്കാനിരിക്കെയാണ് KSRTC ഫാസ്റ്റ് പാസഞ്ചർ ബസ് ട്രയൽ റൺ നടത്തിയത്. വേമ്പനാട് കായലിന് കുറുകെയുള്ള പാലത്തിന് 1 കിലോമീറ്ററിലേറെ നീളമുണ്ട്. ട്രയൽ റൺ നടത്തുന്നതിന്റെ ആകാശ ദൃശ്യങ്ങൾ നമുക്ക് ഒരിക്കൽ കൂടി കാണാം. തത്സമയം നമ്മുടെ റിപ്പോർട്ടർ ശ്യാംപ്രസാദ് ഉദ്ധവൻ പാലത്തിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. പെരുമ്പളം പാലം അതിഗംഭീരമായ ആദ്യ യാത്ര നടത്തിയിരിക്കുന്നു KSRTC ബസ്. എങ്ങനെയുണ്ട് ശ്യാം അവിടെ നിന്ന് നോക്കുമ്പോൾ? നമ്മുടെ പ്രേക്ഷകർക്ക് അതിന്റെ ഭംഗിയും അനുഭവവും ഒന്ന് പറഞ്ഞു കൊടുക്കൂ. തീർച്ചയായിട്ടും അതിനകത്ത് പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് വേമ്പനാട്ട് കായലാണ്. എന്നാൽ ആ വേമ്പനാട്ട് കായലിന് കുറുകെയുള്ള ഏറ്റവും വലിയ പാലം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും ഇനി ഒറ്റ ഉത്തരം പറയാം. ഈ കാണുന്ന പെരുമ്പളത്തേക്കുള്ള, വടുതലയിൽ നിന്ന് പെരുമ്പളത്തേക്കുള്ള പാലമാണ്. ഏകദേശം 1 കിലോമീറ്റർ ദൂരത്തിലേറെ ഈ പാലത്തിനുണ്ട്. അത് 100 കോടി രൂപ കിഫ്ബിയിൽ വകയിരുത്തിയാണ് ഈ പാലം നിർമ്മിച്ചത്. ഈ പാലം നിർമ്മാണ ഘട്ടത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇവിടുത്തെ ഈ നാട്ടുകാരുടെയൊക്കെ ഒരു ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ പറയുകയാണെങ്കിൽ, കാരണം വേമ്പനാട്ട് കായലിന് ഇപ്പുറത്തേക്ക് കാണുന്ന ഈ പെരുമ്പളം എന്ന് പറയുന്ന ഈ തുരുത്തിൽ ഏകദേശം 12,000-ഓളം വരുന്ന ഒരു ജനതയുണ്ട്. ആ ജനതയുടെ ചിരകാല സ്വപ്നമായിരുന്നു, അത് വർഷങ്ങളായിട്ടുള്ള സ്വപ്നം. എല്ലാവർക്കും നമുക്കറിയാം, ജീവിക്കാനും നടക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പോലെ ഇവർക്ക് രാത്രി ഏകദേശം ഒരു 8 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഈ ദ്വീപിൽ നിന്ന് പുറത്തു പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയാണുള്ളത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അവർ എങ്ങനെ ഇത്രയും കാലം കഴിച്ചു കൂട്ടി എന്ന ഒരു കാര്യമുണ്ട്. അതിനെയൊക്കെ സ്വാഭാവികമായിട്ട് നമ്മൾ ഈ പറയുന്ന പോലെ നമുക്ക് ഇവിടുത്തുകാരോട് ചോദിക്കാം. നമുക്ക് മോനെ, ഇങ്ങനെ ഒരു പാലം ഇവിടെ വരുമ്പോൾ എന്താ മോൻ്റെ നല്ല അഭിപ്രായം? എത്രയല്ല പഠിക്കുന്നത്? ഞാൻ +1. ഈ +1 വരെ പഠിച്ചിരുന്ന സമയത്ത് ഈ ബോട്ട് കയറി പോകുന്നൊരു സാഹചര്യമായിരുന്നല്ലോ. അപ്പോൾ നേരത്തിനൊക്കെ സ്കൂളിലെത്താറുണ്ടായിരുന്നു. ഒരു പക്ഷേ ഈ ഹെൽമെറ്റ് ഒന്നും ഊരിയ ആളെ കാണാൻ പറ്റുമോ? കുഴപ്പമില്ല. നേരത്തെ ഞാൻ 1ാം ക്ലാസ് തുടങ്ങി ബോട്ടിലാണ് പോണേ. അപ്പം 6:30 ബോട്ട് കിട്ടിയാലേ കൃത്യമായിട്ട് എത്തുള്ളൂ. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം 5:30 എണീറ്റ് ദിവസവും 1 തൊട്ട് 10 വരെ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. 10 +1 വരെ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഇത് വന്നുകൊണ്ട് പെട്ടെന്ന് എളുപ്പം. 1 തൊട്ട് 10 വരെ 5:30 എഴുന്നേക്കൊണ്ടൊരു അവസ്ഥ, അതൊരു വൈകാരികമായ പ്രശ്നമാണ്. അതെ, ഉറക്കൊന്നും തീരെ ശരിയാവില്ല. പിന്നെ പോണ വഴി വണ്ടി കിടന്നുറങ്ങണേ, അങ്ങനെ ബുദ്ധിമുട്ട് ആണ്. ബുദ്ധിമുട്ടുകൾ ഒരുപാട് അനുഭവിച്ച് തന്നെയാണ് ഈ പെരുമ്പളത്തെ ജനത മാറിയിട്ടുള്ളത്. പക്ഷേ അതിനകത്ത് വേറൊരു പ്രത്യേകത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പെരുമ്പളത്തെ ജനതയെക്കുറിച്ച് പറയുമ്പോൾ അവരിൽ ഒരുപാട് ആളുകൾ ഈ സർക്കാർ സർവീസുകളിലും മറ്റുമൊക്കെയായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട്. നമുക്കിത് ഇവിടുത്തെ ഒരു ആഡിയോ ചേട്ടാ, എങ്ങനെയാണ് ഈ പെരുമ്പളംകാരുടെ ആ ഒരു ജീവിത രീതി നിങ്ങൾ കണ്ടുവളർന്നത്? നിങ്ങൾ തൊട്ടപ്പുറത്തുള്ളവരാണ് എനിക്കറിയാം, പക്ഷേ നിങ്ങൾക്ക് അവരുടെ ഒരു ജീവിത രീതി കണ്ടുവളർന്ന ആളുകളാണ്. അവരുടെന്ന് പറഞ്ഞാൽ അവരൊരുപാട് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ട് അവിടെ. പക്ഷെ അവരുടെ ദുരിതം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർക്ക് പോകാനുള്ള സംവിധാനമില്ല. ഈ ജങ്കാറ് കടന്ന് വേണം പോകാൻ. ഇതിപ്പോൾ അവരുടെ ഏറ്റവും വലിയ ഒരു സന്തോഷമാണ്. ഇങ്ങനെ ഒരു പാലം വന്നതിൽ അവർക്ക് ഏറ്റവും വലിയ സന്തോഷമുണ്ട്. കാരണം ഒരു അസുഖം വന്നാലും ഒരു ബോട്ട് എടുക്കുന്ന സമയത്ത് കംപ്ലൈൻ്റ് ആണെങ്കിൽ അവർക്ക് പോകാൻ പറ്റില്ല. ഇപ്പോൾ ഇതുകൊണ്ട് അവർക്ക് നന്നായിട്ട് പോകാം. ഇനി അവർക്ക് എവിടെ വേണേലും പോകാം. അതാണ് യഥേഷ്ടം എങ്ങോട്ടേക്കും സഞ്ചരിക്കാൻ കഴിയുക എന്ന് പറയുന്നത് അത് നിസ്സാര കാര്യമല്ല, അല്ലേ? തീർച്ചയായിട്ടും ഒക്കെ എന്ന് വെച്ചാൽ 7 to 9 അവരുടെ ഗതാഗത സൗകര്യമുള്ളത്. 9 മണി കഴിഞ്ഞാൽ തീർച്ചയായും അവരാ ദ്വീപിലകപ്പെട്ട അവസ്ഥയാണ്. ഇപ്പം അതിൽ നിന്നൊക്കെ വലിയൊരു മോചനമാണ്, അവരുടെ വർഷങ്ങളായിട്ടുള്ളൊരു മോചനമാണ് അവർക്ക് സാധിച്ചേക്കുന്നത്. അതൊരു വലിയൊരു ഇത് തന്നെയാണ്. അതായത് ഒരു തുരുത്തിൽപ്പെട്ട ഏകദേശം 12,000-ഓളം വരുന്ന ആളുകൾ, ആ ആളുകളിലേക്ക് ഒരു വലിയൊരു സഞ്ചാര സ്വാതന്ത്ര്യം തുറന്നു കൊടുക്കപ്പെടുകയാണ്. അതെ, അവർക്കിപ്പോൾ എന്തായാലും ഭയങ്കര ഉപകാരമുള്ള ഇതായില്ലേ. മറ്റേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ബോട്ടുണ്ടാവില്ല. ബോട്ട് എന്തെങ്കിലും രാത്രി 9 മണി കഴിഞ്ഞാൽ പിന്നെ ബോട്ടും ഇല്ല, ഒന്നുമില്ല. ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർക്ക്. ഇത് പാലം വന്നപ്പോൾ അവർക്ക് നല്ല ഉപകാരമായി.
ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഓരോ സമയം ഓരോ സീസണിലും നമ്മുടെ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കും. മഴക്കാലത്തൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും വലിയ പേമാരി പോലെയുള്ള മഴയൊക്കെ ഇങ്ങനെ കുത്തിയൊലിച്ച് വരുമ്പോൾ ആ മഴയത്തും ഈ പറയുന്ന രീതിയിൽ ഇവർ ഈ ബോട്ടിനകത്തിരിക്കുമ്പോൾ ജീവൻ പണയം വെച്ച് ബോട്ടിലിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. കാരണം അതിരാവിലത്തെ ബോട്ടിങ്ങിൻ്റെ ടൈം നോക്കി വേണം അവർക്ക് മുന്നോട്ട് നീങ്ങാൻ. അതോടൊപ്പം തന്നെ ഈ പറയുന്ന രീതിയിൽ അവർക്ക് ഓരോ സ്ഥാപനങ്ങളിലേക്കും എത്തിപ്പെടണമെങ്കിലും അത്തരത്തിൽ അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇവിടെയുള്ള ആളുകൾക്ക് ജോലി പോലും നിഷേധിക്കപ്പെട്ടിരുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നുവെന്ന് ഇവിടുത്തെ നാട്ടുകാർ ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം ഈ പെരുമ്പടത്തുനിന്നാണോ വരുന്നത് എങ്കിൽ നിങ്ങൾക്ക് ജോലിയില്ല, കാരണം നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഓഫീസുകളിലേക്ക് എത്താൻ പറ്റില്ല എന്ന് പോലും പറഞ്ഞിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. എന്നാൽ ആ കാലത്തിനൊക്കെ ഒരു വലിയൊരു മാറ്റം വന്നിരിക്കുന്നു. അങ്ങനെ ആ ജനതയ്ക്ക് അവരുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരം എന്ന രീതിയിൽ ഒരു പാലം തുറന്നു വന്നിരിക്കുകയാണ് അല്ലേ? എന്തൊക്കെയോ അറ്റകുറ്റപ്പണികൾ ഇനിയും മൺകൂനയൊക്കെ കാണുന്നുണ്ട്. പദ്ധതിയായിട്ട് തന്നെയാണ് കണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് പലപ്പോഴും ഈ ജോലിക്ക് നമുക്ക് സമയത്ത് എത്താൻ പറ്റിയില്ല. മോത്തി, അതായത് ഇവിടെ ഇപ്പൊ അറ്റകുറ്റപ്പണി എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിട്ടില്ല. ഇനിയുള്ളത് ഈ കാണുന്ന അപ്രോച്ച് റോഡാണ്. അപ്രോച്ച് റോഡൊക്കെ സ്ഥലം ഏറ്റെടുത്ത് എല്ലാം പൂർത്തിയായി കിടക്കുകയാണ്. അപ്രോച്ച് റോഡിന്റെ ടാറിങ് മാത്രമാണ് ഇനിയുള്ളത്. അതോടൊപ്പം തന്നെ ഇതിന് കളർ ചേഞ്ച് ചെയ്യണം. അത് ഏകദേശം 7-ാം തീയതിയാണ് നിലവിൽ മുഖ്യമന്ത്രിയുടെ സമയം കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 7-ാം തീയതിയോടുകൂടി എല്ലാ പണികളും പൂർത്തിയാക്കി ഈ പാലം കൃത്യമായി ആളുകളിലേക്ക് തുറന്നു കൊടുക്കാൻ കഴിയും എന്നതാണ് പ്രത്യേകത. നമുക്ക് ഈ പെരുമ്പളത്ത് ജനിച്ചു വളർന്ന, അതായത് ഈ ദ്വീപിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഒരുപക്ഷെ ഇവരുടെ ദുരിതങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന് പറയാൻ പറ്റും. എന്താണ് പറയാനുള്ളത്? ഞങ്ങൾ അപേക്ഷിച്ചിവിടെ സാധാരണക്കാരെ ജനങ്ങളെ ബോട്ടിൻ്റെ സമയം നോക്കിയാണ് നമ്മൾ പുലർച്ചെ നമ്മൾ എണീക്കുന്നതിന് ഇത്ര മണിയുടെ ബോട്ടിന് അക്കരയ്ക്ക് പോകാൻ പറ്റും എന്നതിനെക്കുറിച്ചായിരിക്കും. പക്ഷേ നമ്മൾ ജെട്ടിൽ എത്തുന്ന സമയത്ത് ഇപ്പോൾ ബോട്ട് ഒരു പക്ഷേ കംപ്ലൈൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് സമയത്ത് ബോട്ട് എത്താൻ പറ്റിയല്ല. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ ഈ അസുഖമെന്ന് ബാധിച്ചവരെയൊക്കെ അക്കരയ്ക്ക് എത്തിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒത്തിരി ദുരിതമായ കാഴ്ചകൾ കണ്ടുവരാം. അതായത് ഈ ദുരിതങ്ങളിലൂടെ ജീവിച്ചു വളർന്ന ആളുകളാണ് ഈ പെരുമ്പളത്തെ നിവാസികൾ. കാരണം യാത്രാ ദുരിതം എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. ആ യാത്രാ ദുരിതം അനുഭവിച്ച് വളർന്ന്, പക്ഷേ എങ്കിൽ പോലും ഇന്ന് നോക്കുകയാണെങ്കിൽ പെരുമ്പളത്തെ സംബന്ധിച്ച് ഒരുപാട് സർക്കാർ ജോലിക്കാരുള്ള ഒരു ഇടം കൂടിയാണ് ഈ പെരുമ്പളം. അങ്ങനെ ആ കഷ്ടപ്പാടുകളിൽ നിന്നും ദുരിതങ്ങളുമൊക്കെ പഠിച്ച് കരകയറിയ ആളുകളാണ് അവർക്കാണ് ഇന്നിപ്പോൾ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ ഏത് നിമിഷവും എങ്ങോട്ടേക്ക് പോകാനുമുള്ളൊരു അവസരം. നമ്മൾ കാഴ്ചക്കാർക്ക് അതുവഴി കടന്നു പോകുമ്പോഴുള്ള രസം എന്നതിലപ്പുറം ഒരു അടിസ്ഥാന സൗകര്യം ആ നാട്ടുകാർക്ക് ലഭ്യമായി എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൃത്യസമയത്ത് ഒരിടത്തേക്ക് എത്താനും അതുവഴി സുഗമമായി യാത്ര നടത്താനും ഒക്കെ അവർക്ക് കഴിയുന്നില്ലേ?